നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ഒക്കെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ദുബായിലേക്ക് പോകുന്ന എയർ ഇന്ത്യ വിമാനം തട്ടിക്കൊണ്ടുപോകുമെന്ന ഭീഷണി സന്ദേശം ലഭിച്ചിരിക്കുകയാണ്. ഇമെയിൽ വഴിയാണ് എയർപോർട്ട് ഉദ്യോഗസ്ഥർക്ക് ഇത്തരമൊരു ഭീഷണി സന്ദേശം ലഭിച്ചത്. A951 എയർ ഇന്ത്യ വിമാനം ഹൈജാക്ക് ചെയ്യാൻ യാത്രക്കാരിൽ ഒരാൾ തന്നെ ഇതിന് പദ്ധതിയിടുന്നുണ്ടെന്നായിരുന്നു ഇമെയിലിൽ ഉണ്ടായിരുന്ന സന്ദേശം. എന്നാൽ ഇസ്ലാമിക് ഭീകര സംഘടനയായ ISIയുടെ സന്ദേശമാണിതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഭീഷണി ലഭിച്ചതിനെ തുടർന്ന് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥർ ഉടൻ വിമാനത്തിലെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു. ഇമെയിലിനെ തുടർന്ന് വിമാനത്തിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും തന്നെ ഇവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. അതീവ ജാഗ്രത പുലർത്തുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. സംഭവം ഗൗരവതരമായതിനാൽ മെയിൽ അയച്ച വ്യക്തിയെ കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചതായി എയർപോർട്ട് ഉദ്യോഗസ്ഥർ അറിയിച്ചു. എന്തായാലും സംഭവത്തിൽ വിശദമായ അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ്. അതേസമയം ഒരു യാത്രക്കാരൻ കാണിച്ചുകൂട്ടിയ പൊല്ലാപ്പിൽ 4 മണിക്കൂറാണ് വിമാനം പുറപ്പെടാൻ വൈകിയത്. വിമാനം പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് ഹൈജാക്ക് എന്ന ഇയാൾ ഫോണിലൂടെ ആക്രോശിക്കുകയായിരുന്നു. ഇയാളെ പിന്നീട് പുറത്താക്കുകയും ചെയ്തു. പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മുംബൈ ദില്ലി വിസ്താര വിമാനത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. 23-കാരനായ യുവാവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. വിമാനം ഹൈജാക്ക് ചെയ്യുന്നത്, അതായത് റാഞ്ച് എന്നത് സംബന്ധിച്ച് യുവാവ് ഫോണിൽ ആക്രോശിക്കവേ ഇത് കേട്ട് പന്തികേട് തോന്നിയ ക്രൂ അംഗങ്ങൾ പരാതിപ്പെട്ടതിനെ തുടർന്ന് യാത്രക്കാരനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. റിതേഷ് ജുനേജ എന്നാണ് അറസ്റ്റിലായ യുവാവിന്റെ പേര്. വിമാനം പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് ക്രൂ അംഗം യാത്രക്കാരനായ യുവാവിന്റെ ഫോൺ സംഭാഷണം കേൾക്കുകയായിരുന്നു. വിമാനം ഹൈജാക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇയാൾ ഫോണിൽ സംസാരിച്ചത് എന്ന് ക്രൂ അംഗങ്ങൾ പരാതിയിൽ പറയുന്നു. അഹമ്മദാബാദിലേക്ക് വിമാനത്തിൽ കയറും. എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ എന്നെ വിളിക്കൂ. ഹൈജാക്കിങ്ങിനുള്ള എല്ലാ ആസൂത്രണങ്ങളും പൂർത്തിയായി. വിമാനത്തിൽ കയറിയതിനാൽ വിഷമിക്കേണ്ട എന്നാണ് യുവാവ് പറഞ്ഞത്. തുടർന്ന് ഹരിയാന സ്വദേശിയായ യാത്രക്കാരനെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയായിരുന്നു. പിന്നീട് ഇയാളെ സഹാർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. എന്നാൽ പ്രതിക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ടെന്നും 2021 മുതൽ ചികിത്സയിലാണെന്നും തെളിഞ്ഞു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കുമെന്നും പോലീസും വിമാനത്താവള അധികൃതരും അറിയിച്ചിരുന്നു. സമഗ്രമായ പരിശോധന നടത്തിയതിനു ശേഷം അധികൃതരുടെ അനുമതിയെ തുടർന്ന് യാത്രക്കാരുമായി വിമാനം ഡൽഹിയിലേക്ക് 4 മണിക്കൂർ ശേഷം പറക്കുകയായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.